നമസ്കാരം. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കടുത്ത ലൈംഗിക അതിക്രമ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട പ്രശസ്ത ബ്രിട്ടീഷ് നടനും കൊമേഡിയനുമായ റസൽ ബ്രാൻഡ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായി. നിരവധി സ്ത്രീകളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകിയിരിക്കുന്നത്. വളരെ പ്രശസ്തനായ ഒരു അഭിഭാഷകനുമൊത്താണ് റസൽ ബ്രാൻഡ് കോടതിയിൽ ഹാജരായത്. പ്രമുഖ അഭിഭാഷകനായ ഒളിവർ ഷെൻലർ സിക്കോജാർസ്കിയാണ് റസൽ ബ്രാൻഡിന് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. 2023 പ്രശസ്ത നടനായ കെവിൻ സ്പേസി ലൈംഗിക അതിക്രമ കേസിൽ പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും ഹാജരായത് ഇതേ അഭിഭാഷകനായിരുന്നു. കെവിൻസ്കിയെ പിന്നീട് കോടതി വെറുതെ വിടുകയായിരുന്നു. വളരെ പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകനാണ് ഇദ്ദേഹം. ഒരുപക്ഷെ കേസിൻ്റെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് തന്നെ ആയിരിക്കാം റസൽ ബ്രാൻഡ് ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രമുഖനായ അഭിഭാഷകനെ തൻ്റെ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. 4 വ്യത്യസ്ത സ്ത്രീകളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമ കേസുകളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴുള്ളത്. കോടതിയിൽ കഴിഞ്ഞ ദിവസം അഭിഭാഷകനോടൊപ്പം ഹാജരായ റസൽ ബ്രാൻഡ് ആകട്ടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിൽ ആദ്യത്തെ ലൈംഗിക പീഡനം നടന്നത് 1999 ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ സ്ത്രീ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പരിചയപ്പെട്ട ഒരു സ്ത്രീയെയാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത്. ഈ സ്ത്രീയെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും തുടർന്ന് വിവസ്ത്രയാക്കിയതിന് ശേഷം ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് കേസ്. ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് സംഭവം നടന്നത്. തുടർന്ന് തൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൂടി നൽകിയിട്ടാണ് ഇയാൾ ഹോട്ടൽ മുറി വിട്ടുപോയത്. എന്തിനാണ് ഇമെയിൽ അഡ്രസ്സ് നൽകിയത് എന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല. രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ് നടക്കുന്നത് ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്. അവിടുത്തെ ഒരു ജീവനക്കാരിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. ഈ സംഭവത്തിലും ഇയാൾ ആ സ്ത്രീയെ ക്രൂരമായി കൈകാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരെയും ഇയാൾ വലിച്ചഴച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയതിന് ശേഷം പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സോഹോയിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു ടെലിവിഷൻ സ്റ്റുഡിയോയിലെ ജീവനക്കാരിയാണ് ഇയാളുടെ മൂന്നാമത്തെ ഇര. ഇവരെ ഇയാൾ ബലം പ്രയോഗിച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനം നടത്തി എന്നാണ് കേസ്. 4ാമത്തെ കേസിലെ ഇര ഒരു റേഡിയോ സ്റ്റേഷനിലെ ജീവനക്കാരിയാണ്. റേഡിയോ സ്റ്റേഷനിൽ വെച്ചാണ് ഇയാൾ ഈ സ്ത്രീക്ക് നേരെയും ലൈംഗിക അതിക്രമം നടത്തിയത്. ഇത്രയധികം കേസുകളുണ്ട് എന്ന കാര്യം കോടതിയിൽ ജഡ്ജി തന്നെയാണ് പ്രതിയായ റസൽ ബ്രാൻഡിനോട് പറഞ്ഞത്. തുടർന്ന് കൃത്യമായി തന്നെ കോടതി നടപടികൾക്ക് വിധേയനാകണം എന്നും ജഡ്ജി ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ ഈ മാസം 30 വീണ്ടും വാദം കേൾക്കുന്നത്. അന്ന് നിർബന്ധമായും കോടതിയിൽ ഹാജരായിരിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാജരായിട്ടില്ലെങ്കിൽ ജയിൽവാസമോ അതല്ലെങ്കിൽ പിഴയോ ശിക്ഷ ലഭിക്കുമെന്നും കോടതി താക്കീത് നൽകിയിരുന്നു. ഈ മാസം 20 മറ്റൊരു കോടതിയിലും സമാനമായ ഒരു പീഡന കേസ് ഇയാളുടെ പേരിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 5 പീഡന കേസുകളാണ് നിലവിൽ റസൽ ബ്രാൻഡിൻ്റെ പേരിലുള്ളത്. ഇവയെല്ലാം തന്നെ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ കോടതി റസൽ ബ്രാൻഡിനോട് അയാളുടെ അമേരിക്കയിലെയും UK-യിലെയും മേൽവിലാസം അടിയന്തരമായി നൽകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റസൽ ബ്രാൻഡ് ആദ്യം വിവാഹം കഴിച്ചത് അമേരിക്കയിലെ പ്രമുഖ പോപ്പ് ഗായിക കാറ്റി പെറിയെ ആയിരുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഇവരുടെ ബന്ധം വേർപിരിയുകയായിരുന്നു. അതേ തുടർന്ന് ഇയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹത്തിൽ 2 പെൺമക്കളും ഇയാൾക്കുണ്ട്. ഏതായാലും ബ്രാൻഡിനെ പോലെയുള്ള വളരെ പ്രശസ്തനായ ഒരു കോമഡി നടൻ ഇത്തരത്തിലുള്ള പീഡന വിവാദങ്ങളിൽ പെടുന്നത് അവിടുത്തെ പ്രേക്ഷകരെ സംബന്ധിച്ചും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. വളരെ മനോഹരമായി തമാശ പറയുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുമെന്ന് പലർക്കും വിശ്വസിക്കാനേ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും എത്ര പ്രമുഖനായ അഭിഭാഷകൻ തന്നെ വാദിച്ചാലും ഈ കേസുകളിലൊക്കെ തന്നെ ഒരുപക്ഷെ കെറി ബ്രാൻഡിന് തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സ്ത്രീകളെല്ലാം തന്നെ കോടതിയിൽ കൃത്യമായി തങ്ങളുടെ നിലപാടുകൾ അല്ലെങ്കിൽ തെളിവ് സഹിതം വ്യക്തമാക്കുകയാണെങ്കിൽ ബ്രാൻഡ് ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളത് തന്നെ ഉറപ്പാണ്.